നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് കേൾക്കാറുള്ളത്. മാരുതിയിൽ നിന്ന് നിലവിൽ ഏവരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മോഡൽ ഈ വിറ്റാരയാണ്. ഇൻഡോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള കന്നി ഇലക്ട്രിക് കാർ 2025 ഓട്ടോ എക്സ്പോയിലാണ് അവതരിപ്പിച്ചത്. ഇലക്ട്രിക് SUV വില പ്രഖ്യാപനം അടുത്ത മാസം നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ കാറിന്റെ ഡെലിവറി ടൈം ലൈൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കമ്പനി. മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് കാർ എന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. 2025 ഓട്ടോ എക്സ്പോയിൽ ആഗോളതലത്തിൽ പ്രീമിയർ ചെയ്ത ഈ വിറ്റാര ഇന്ത്യയിലെ ഷോറൂമുകളിലും ഇതിനോടകം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഇതിനോടകം തന്നെ ഷോറൂമിലെത്തി കാർ അടുത്തിറങ്ങിയതിനാൽ തന്നെ ലോഞ്ച് ഉടൻ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മാരുതി ഈ വിറ്റാര കയ്യിൽ കിട്ടാൻ ഇന്ത്യക്കാർ ഇനിയും കുറച്ചു നാളുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. 2025 ഏപ്രിൽ 25 വെള്ളിയാഴ്ച നടന്ന ഏർണിംഗ്സ് കോൺഫറൻസിൽ മാരുതി സുസുക്കി ഈ വർഷത്തെ തങ്ങളുടെ റോഡ് മാപ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഈ വിറ്റാര സെപ്റ്റംബർ അവസാനത്തിന് മുൻപ് ആഭ്യന്തര വിൽപ്പന ആരംഭിക്കുമെന്ന് വെള്ളിയാഴ്ച നടന്ന കോൺഫറൻസ് കോളിൽ മാരുതി സുസുക്കി ചെയർമാൻ പറഞ്ഞിരുന്നു. ഈ വിറ്റാര വാങ്ങാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് നിരാശ സംഭവിക്കുന്നതായിരുന്നു ഈ ഒരു പ്രഖ്യാപനം. ഈ വർഷം ഏകദേശം 70,000 EV യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയെന്നും ഇതിൽ ഭൂരിഭാഗവും കയറ്റുമതിക്കായി നീക്കിവെക്കുമെന്നും പറയുകയാണ് ഇവിടെ മാരുതിയുടെ അധികൃതർ. ഇന്ത്യൻ വിപണിയിലെ ഡിമാൻഡ് അനുസരിച്ച് ശേഷിക്കുന്ന യൂണിറ്റുകൾ ആഭ്യന്തരമായി തന്നെ വിതരണം ചെയ്യും. മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിൽ മാരുതി സുസുക്കി വിറ്റാരയുടെ ഉൽപ്പാദനം ആരംഭിക്കുമെന്നും ആദ്യത്തെ കുറച്ച് ബാച്ചുകൾ വിദേശ വിപണികളിലേക്ക് അയക്കുമെന്നും സൂചിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. മാരുതി ഈ വിറ്റാര സ്റ്റാൻഡേർഡ് റേഞ്ച് 4-wheel ഡ്രൈവ്, ലോങ് റേഞ്ച് 4-wheel ഡ്രൈവ് വേരിയന്റുകളിൽ ലഭ്യമാകും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റേഞ്ച് 4-wheel ഡ്രൈവ് വേരിയന്റിന് 105.8 കിലോവാട്ട്, അതുപോലെ തന്നെ 192.5 NM മോട്ടോ എന്നിവയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. BYD-യിൽ നിന്നുള്ള 49 കിലോവാട്ട് LFP ബാറ്ററി പാക്കാണ് ഈ രീതിക്ക് പവർ നൽകുക. ലോങ് റേഞ്ച് 4-wheel ഡ്രൈവ് വേരിയന്റിന് 128 കിലോവാട്ട്, അതുപോലെ തന്നെ 192.5 NM മോട്ടോർ എന്നിവയായിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് BYD-യിൽ നിന്ന് തന്നെയുള്ള 61 കിലോവാട്ട് LFP ബാറ്ററി പാക്കിൽ നിന്ന് ഊർജ്ജം എടുക്കുന്നതാണ്. EVയുടെ ഉയർന്ന വേരിയന്റുകൾക്ക് 500 കിലോമീറ്ററിലധികം റേഞ്ച് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, 18 ഇഞ്ച് അലോയ് വീലുകൾ, ഫിക്സ്ഡ് ഗ്ലാസ് സൺറൂഫ്, 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വെന്റിലേഷൻ ഫംഗ്ഷനോട് കൂടിയ 10-way പവർ ഡ്രൈവർ സീറ്റ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് പാസഞ്ചർ സീറ്റ് തുടങ്ങിയ സവിശേഷതകളോടെയാണ് മാരുതി സുസുക്കി ഈ വിറ്റാര വാഗ്ദാനം ചെയ്യുന്നത്. ലെവൽ 2 അഡാസ് ഡിസ്ക് ബ്രേക്കുകൾ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, 7 എയർബാഗുകൾ തുടങ്ങിയവയടക്കമുള്ള സേഫ്റ്റി ഫീച്ചറുകളുമായി വരുന്ന EV കമ്പനിയുടെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്ന് തന്നെയായിരിക്കും. ടാറ്റ കർവ് EV, ഹിൻഡൈ ക്രെറ്റ ഇലക്ട്രിക്ക, MG ZS EV എന്നിവയുമായി എതിരിടാൻ വരുന്ന ഈ വിറ്റാരയ്ക്ക് ഏകദേശം 16 ലക്ഷത്തിനും 17 ലക്ഷത്തിനും ഇടയ്ക്ക് എക്സ്ഷോറൂം വില വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ തങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് മറ്റൊരു SUV കൂടി ചേർക്കുമെന്ന് കോൺഫറൻസിൽ മാരുതി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്.